അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന അൽമാഹിർ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ആദ്യ 2 ഭാഗം ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോത്തുൽ അറബിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണേണ്ടവർ ടീച്ചറുടെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇന്നത്തെ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിലെ താരീഖ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളാണ്. ചരിത്രം, അതാണ് താരീഖ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം ചരിത്രപരമായിട്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മൈ യോറഫു ബി ഓൺ ദി കേരള. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. മൈ യോറഫു ആരാണ് അറിയപ്പെടുന്നത്? ബി ഓൺ ദി കേരള, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. കെ കേളപ്പനാണ് ഉത്തരം. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത് നോക്കൂ. ഉക്തുബ് ഷാദ്, കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ്. ഖദീജ, ആയിഷ, ഹഫ്സ, ഫാത്തിമ. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ്. അപ്പം നമുക്കറിയാം ഖദീജ, ആയിഷ, ഹഫ്സ ഇവർ 3 പേരും നബിയുടെ ഭാര്യമാരാണ്. എന്നാൽ ഫാത്തിമ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ് ഫാത്തിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതായിരിക്കും? ഫാത്തിമയാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഐന തഖഉ ബർലമാനുൽ ഹിന്ദ്. ഇന്ത്യൻ പാർലമെൻറ്റ്, അതാണ് ബർലമാനുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഉത്തരം ഡൽഹി. ഡൽഹിയിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. നാലാമത്തെ ചോദ്യം നോക്കൂ. മൈ യോറഫു ബി ഖലീഫത്തിൽ ഖാമിസ. 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ 5ാം ഖലീഫ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം. മാഹിയ ഖിബ്ലത്തുൽ ഊല ലിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില ഏതായിരുന്നു? മാഹിയ ഏതായിരുന്നു? ഖിബ്ലത്തുൽ ഊല ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില ഏതാണ് എന്നാണ്. ബൈത്തുൽ മുഖദ്ദസ് ആണ് ഉത്തരം. ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം നോക്കാം. ഈദുൽ അൽഹ ഫി ഷഹ്രി ഡേഷ്. ഈദുൽ അൽഹ ഏതാണ്? ഈദുൽ അൽഹ എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാൾ അല്ലേ. വലിയ പെരുന്നാൾ ഏത് മാസത്തിലാണ് എന്നാണ്. ഫി ഷഹ്രി ഡേഷ് അല്ലെ, ഏത് മാസത്തിലാണ് വരുന്നത് എന്നാണ്. ദുൽഹിജ്ജയാണ് ഉത്തരം. നമുക്കറിയാം ദുൽഹിജ്ജ മാസത്തിലാണ് വലിയ പെരുന്നാൾ വരുന്നത്. ഏഴാമത്തെ ചോദ്യം. മത്തുൽ യോമുൽ ആലമീൽ ലോത്തിൽ അറബിയ. ലോക അറബി ഭാഷാ ദിനം എപ്പോഴാണ് എന്നാണ്. വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ അത് എപ്പോഴാണ് എന്നാണ്. സാമിനാശ്ര ഡിസംബർ 18-നാണ് ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് ആചരിക്കപ്പെടുന്നത്. ഇനി 9ാമത്തെ ചോദ്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ, 8 കൊടുത്തില്ല. 9 നോക്കൂ. മസ്മുൽ ഖദീമു ലി മദീനത്തിൽ മുനവ്വറ. മദീനത്തുൽ മുനവ്വറ ഉണ്ടല്ലോ, അതായത് മക്ക മദീന എന്നറിയില്ലേ. മദീനയുടെ പഴയ പേരെന്താണ് എന്നാണ് കേട്ടോ. എന്താണ്? യസ്രിബ് എന്നായിരുന്നു. മദീനയുടെ പഴയ പേരെന്തായിരുന്നു? യസ്രിബ് എന്നായിരുന്നേ. ഇനി 10ാമത്തെ ചോദ്യം. ഫി അയ്യോമിൻ യോമു അറഫ. അറഫ ദിനം എന്നാണ് എന്നാണ്. ഫി അയ്യോമിൻ ഏത് ദിവസമാണ് യോമു അറഫ, അറഫ ദിനം എന്നാണ്. എന്താണ്? അത്താസിഅ ദിൽഹിജ്ജ അല്ലെ, ദിൽഹിജ്ജ 9-നാണ് അറഫ ദിനമായിട്ട് വരുന്നത് കേട്ടോ. 11ാമത്തെ ചോദ്യം നോക്കൂ. മത്തൽ യോമു ദുവലി ലിൽ മുദരിസീൻ. ദേശീയ അധ്യാപക ദിനമായിക്കൊണ്ട് വരുന്നത് ഏത് ദിവസമാണ് എന്നാണ്. മത എപ്പോഴാണ്? അൽയോമുദ്ദുവലി ലിൽ മുദരിസീൻ, ദേശീയ അധ്യാപക ദിനമായിട്ട് നാഷണൽ ടീച്ചേഴ്സ് ഡേ എന്നാണ് ചോദ്യം. എന്നാണ്? അൽഹാമിസ് ഒക്ടോബർ ആണ്. ഒക്ടോബർ 5 ആണ് കേട്ടോ. ഇനി 12ാമത്തെ ചോദ്യം. മത യോമുൽ ആലമി ലിൽ മുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്. ലോക ലഹരി വിരുദ്ധ ദിനം എപ്പോഴാണ് എന്നാണ്. മത എപ്പോഴാണ് യോമുൽ ആലമി ലിൽ മുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്. എന്താണ് മുഖദ്ദിറാത്ത് എന്ന് പറഞ്ഞാൽ? ലഹരിയാണ് അല്ലേ. അപ്പോൾ ലഹരി വിരുദ്ധ ദിനമായിട്ട് വരുന്നത് എന്നാണ്.
യൂണിയോ അല്ലെ ജൂൺ 26-നാണ് ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. ഇനി 13ാമത്തെ ചോദ്യം, മത്തായോമു ഷഹീദ് ഫിൽ ഹിന്ദ്, രക്തസാക്ഷി ദിനമായിട്ട് വരുന്നത് എപ്പോഴാണ്? അപ്പോൾ ഏത് ദിവസമാണ് രക്തസാക്ഷി ദിനം എന്നാണ്. അതായത് ജനുവരി 30 അല്ലേ, സലാസോനിയനായർ അല്ലെ, ജനുവരി 30-നാണ് രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി 14ാമത്തെ ചോദ്യം, മൻബന താജ്മഹൽ, ആരാണ് താജ്മഹൽ നിർമ്മിച്ചത്? ആരാണ്? ബന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നാണ്. ആരാണ് നിർമ്മിച്ചത് താജ്മഹൽ ആരാണ് നിർമ്മിച്ചത് എന്നാണ്. ഉത്തരം എന്താണ്? മലികു ഷാജഹാൻ അല്ലെ, ഷാജഹാൻ ചക്രവർത്തിയാണ് താജ്മഹൽ നിർമ്മിച്ചത്. 15ാമത്തെ ചോദ്യം, ഇർഹമു മൻഫിൽ അർലി ഇർഹമക്കും മൻഫി ഡേഷ്, എന്താണ്? ഇർഹമു, നിങ്ങൾ കരുണ കാണിക്കുവിൻ, മൻഫിൽ അർലി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിൻ, ഇർഹമക്കും മൻഫി ഡേഷ്, അങ്ങനെയാണ് എങ്കിൽ ഇർഹമക്കും, നിങ്ങളോട് കരുണ കാണിക്കപ്പെടും, മൻഫി ഡേഷ് എന്നാണ്. ഫിസ്സമായി എന്നാണ് കേട്ടോ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കപ്പെടും എന്നാണ്. അതായത് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളോടും നമ്മൾ കരുണ കാണിക്കണം അല്ലേ. നമ്മളങ്ങനെ കരുണ കാണിക്കുകയാണ് എങ്കിൽ ആകാശത്തുള്ളവൻ ആരാണ്? അല്ലാഹു തആലയാണ് അല്ലേ. അല്ലാഹു തആല നമ്മളോടും കരുണ കാണിക്കുമെന്നാണ് അതിൻ്റെ ആശയം കേട്ടോ. ഇനി 16ാമത്തെ ചോദ്യം, ഹദീസുൻ ഇത്തഫഖ ഫീഹി ഇമാം ബുഖാരി വ ഇമാം മുസ്ലിം മാഹിയ, അതായത് ഹദീസ് അറിയാലോ, ഹദീസ് ഇത്തഫഖ ഫീഹി ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും, ഇവ രണ്ടു പേരും ആരാണെന്ന് അറിയാം നിങ്ങൾക്ക്? അതായത് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസ് റിപ്പോർട്ടർമാരാണ് ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിം കേട്ടോ. അപ്പോൾ ഇവർ രണ്ടു പേരും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് പറയുന്ന പേരാണ് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസുകൾ എന്ന്. എന്താണ് പറയുക? മുത്തഫഖുൻ അലൈഹി എന്നാണ് പറയുക. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകൾക്ക് പറയുന്ന പേരാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ, ഐനയ ഖൗൽ മസ്ജിദുൽ അഖ്സ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. എവിടെയാണ്? ഫലസ്തീനിലാണ് അല്ലേ. ഫലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത്. ഇനി 18ാമത്തെ ചോദ്യം, മൻ അവ്വലു ഖലീഫ ഫിൽ ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ആ ഒരു പിൻഗാമിയായിക്കൊണ്ട് വന്ന ആദ്യത്തെ ഖലീഫ ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. ഇനി 19ാമത്തെ ചോദ്യം, ഐനത ഖൗൽ കഅബ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. എവിടെയാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്? മക്കയാണ് ഉത്തരം അല്ലേ. മക്കയിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണത് അല്ലേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്കിവിടെ താരീഖ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്, അഥവാ ചരിത്രപരമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് അദബുൽ ക്ലാസിക്കി അഥവാ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഖുർആനുമായുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതായ ചോദ്യങ്ങളാണ് ഇനി വായിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ, മാഹിയ അത്വലു ആയ ഫിൽ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് എന്നാണ്. മാഹിയ ഏതാണ്? അത്വലു ആയ, അത്വൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആയത്ത് എന്നാണ്. ഫിൽ ഖുർആനിലെ ഏതാണ്? ആയത്തുദ്ദൈൻ ആണ് കേട്ടോ. സൂറത്തുൽ ബഖറയിൽ വരുന്ന ആയത്തുദ്ദൈൻ ആണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. രണ്ടാമത്തെ ചോദ്യം, അയ്യ സൂറത്തിൻ തോറഫു ബി അറൂസിൽ ഖുർആന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? അയ്യ സൂറത്തിൻ ഏത് സൂറത്താണ് തോറഫു അറിയപ്പെടുന്നത് ബി അറൂസിൽ ഖുർആനിൻ്റെ മണവാട്ടി, അതാണ് അറൂസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ, എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നാണ്. ഉത്തരം സൂറത്തുർ റഹ്മാനാണ്. സൂറത്തുർ റഹ്മാനാണ് ഖുർആനിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, അയ്യു നബിയിൻ യോറഫു ബി ഖലീലുള്ള അല്ലാഹു തആലയുടെ ഖലീല് അല്ലെ കൂട്ടുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ നബി ആരാണ് എന്നാണ്. ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ് ഖലീലുള്ള എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം, കം സൂറത്തൻ ഫിൽ ഖുർആനിൽ കരീം ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട് എന്നാണ്.
നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എത്ര സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. മിഅ വ അർബഅശറ അല്ലേ, എത്രയാണ്? 114 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, മൻ സ്വഹാബിയിൻ യുറഫു ബി അസദുല്ല. അസദുല്ല എന്ന പേരിൽ അറിയപ്പെടുന്നതായ അള്ളാഹുവിൻ്റെ സിംഹം, അതാണ് അസദുല്ല എന്ന് പറഞ്ഞാൽ കേട്ടോ, എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി ആരാണ് എന്നാണ്. ഉത്തരം ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ആണ് അസദുല്ല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം നോക്കൂ. അയ്യ സൂറത്തിൻ തോറഫു ബി കൽബിൽ ഖുർആൻ. ഖുർആനിൻ്റെ ഹൃദയം, അതാണ് കൽബിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഖുർആനിൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നാണ്. ഉത്തരം സൂറത്തു യാസീനാണ്. സൂറത്തു യാസീനാണ് കൽബുൽ ഖുർആൻ എന്ന് പറയുന്നത്. അറൂസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു സൂറത്ത്? സൂറത്തുർ റഹ്മാൻ ആണ് അറൂസുൽ ഖുർആൻ എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ. മാഹിയ അക്ബർ സൂറ ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ് എന്നാണ്. അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? കബീർ, വലുത്. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് അല്ല. അപ്പോൾ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം. ഏത് സൂറത്താണ്? സൂറത്തുൽ ബഖറ അല്ലെ, സൂറത്തുൽ ബഖറയാണ് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് കേട്ടോ. എട്ടാമത്തെ ചോദ്യം നോക്കൂ. മൻ യുറഫു ബി ദുന്നൂറൈൻ. ദുന്നൂറൈൻ അഥവാ രണ്ട് പ്രകാശങ്ങളുടെ ഉടമ, അതാണ് ദുന്നൂറൈൻ എന്ന് പറഞ്ഞാൽ, എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. മൻ യുറഫു ആരാണ് അറിയപ്പെടുന്നത് ബി ദുന്നൂറൈൻ. നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നല്ലേ, അപ്പോൾ അതാണ് ദുന്നൂറൈൻ എന്ന് പറയുന്നത്. രണ്ട് പ്രകാശങ്ങളുടെ ഉടമ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് മക്കളെയും വിവാഹം കഴിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദുന്നൂറൈൻ എന്ന് പേര് വരുവാനുള്ള കാരണം കേട്ടോ. ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കൂ. ഖുലിൽ ഹഖു വലൗ കാന ഡാഷ്. ഒരു ഹദീസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഖുലിൽ ഹഖ്, നീ സത്യം മാത്രം പറയണം, വലൗ കാന ഡാഷ്, അത് എന്താണ് എങ്കിലും എന്നാണ്. അതായത് ഉത്തരമായിട്ട് വരുന്നത് മുറൻ എന്നാണ് ഹദീസിൻ്റെ ബാക്കി, അഥവാ കയ്പുള്ളതാണ് എങ്കിലും എന്നാണ്. എത്ര കയ്പുള്ളതാണ് എങ്കിലും, എത്ര പ്രയാസമുള്ളതാണ് എങ്കിലും നമ്മൾ എന്താണ്? സത്യം മാത്രം പറയണം എന്നാണ് ആ ഒരു ഹദീസിൻ്റെ ആശയം. ഇനി പത്താമത്തെ ചോദ്യം നോക്കൂ. കം അദദു അജ്സാ ഉൽ ഖുർആൻ കരീം. ഖുർആനിൽ എത്ര ജുസുകളുണ്ട് എന്നാണ്. കം അദദ് എത്ര എണ്ണം, അജ്സാ ഉൽ ഖുർആൻ കരീം ഖുർആൻ്റെ ജുസുകളുടെ എണ്ണം എത്രയാണ്, അഥവാ എത്ര ജുസുകളാണ് ഖുർആനിലുള്ളത് എന്നാണ്. എത്രയാണ്? സലാസൂനാണ് അല്ലേ, 30 ജുസ് ആണ് ഖുർആനിലുള്ളത്. 11ാമത്തെ ചോദ്യം നോക്കൂ. സൂറത്തുല്ലത്തി തുറഫു ബി ഇസ്മി ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആനിലെ സൂറത്ത് ഏതാണ് എന്നാണ്. അപ്പോൾ ഏത് സൂറത്തിനാണ് ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത് എന്നാണ്. ഏത് സൂറത്താണ്? സൂറത്തുൽ ഫാത്തിഹയ്ക്കാണ് ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത് കേട്ടോ. 12ാമത്തെ ചോദ്യം. മസ്സൂറ ദുക്കിറത്ത് ഫീഹ അൽ ബസ്മലത്തു മറത്തൈനി. മസ്സൂറ ഏത് സൂറത്താണ്? ദുക്കിറത്തു ഫീഹ അതിൽ പറയപ്പെട്ടിട്ടുണ്ട് അൽ ബസ്മലത്ത. എന്താണ് ബസ്മലത്ത്? ബിസ്മിയാണ്. ബിസ്മി പറയപ്പെട്ടിട്ടുണ്ട് മറത്തൈനി, രണ്ട് തവണ, അഥവാ രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? സൂറത്തുൽ നംലാണ്. സൂറത്തുൽ നംലിലാണ് രണ്ട് ബിസ്മി വരുന്നത്. സൂറത്തുൽ നംലിൻ്റെ തുടക്കത്തിൽ നമ്മൾ ബിസ്മി ഉണ്ട്, അതുപോലെ തന്നെ സൂറത്തിൽ ഒരു ആയത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ബിസ്മി വരുന്നുണ്ട് കേട്ടോ. അതാണ് രണ്ട് സൂറത്ത് വരുന്നത് എന്ന് പറയുന്നത്. ഇനി 13ാമത്തെ ചോദ്യം. ഇസ്മുൻ നാഹർ സൂറത്ത് ആഫിർ. സൂറത്ത് ആഫിറിൻ്റെ മറ്റൊരു പേരെന്താണ് എന്നാണ്. സൂറത്ത് ആഫിറിന് പറയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് എന്നാണ്. സൂറത്തുൽ മുഅ്മിൻ എന്നാണ് ഉത്തരം. എന്താണ്? സൂറത്തുൽ മുഅ്മിൻ എന്നാണ്. ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. അത്തൊഹൂറു ഡാഷ് ലിൽ ഈമാൻ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹദീസ് ആയിരിക്കും അത്. അത്തൊഹൂറു വൃത്തി എന്ന് പറയുന്നത് ഷത്റുൽ ഈമാൻ എന്നാണ് അല്ലേ. ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി എന്ന് പറയുന്നത്. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ. മൻ ഹുവർ റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ്. വിശ്വസ്തനായ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത് എന്നാണ്. ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം ആണ് കേട്ടോ. മലക്കായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് റൂഹുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി 15ാമത്തെ ചോദ്യം നോക്കൂ. മാഹുവ അസ്അർ സൂറ ഫിൽ ഖുർആൻ.
ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് എന്നാണ്. അസ്അർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഗീർ ചെറുത്, അസ്അർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് എന്നാണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് എന്നാണ്. എന്താണ് ഉത്തരം? സൂറത്തുൽ കൗസർ ആണ്. സൂറത്തുൽ കൗസർ ആണ് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ചോദ്യം, മാഹിയ ഉമ്മു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ആരായിരുന്നു? ആരായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ എന്നാണ്. അപ്പം എന്താണ് ഉത്തരം? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം നോക്കൂ. അയ്യു യൗമിൻ യൗമു ആഷൂറ. ഏത് ദിവസമാണ് യൗമു ആഷൂറ? ആഷൂറ ദിനം ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ഏത് ദിവസത്തിനാണ് എന്നാണ്. ഏത് ദിവസത്തിനാണ്? അൽ ആഷിർ മുഹറം. മുഹറം 10 ആണ് യൗമു ആഷൂറ എന്നറിയപ്പെടുന്നത്. 18ാമത്തെ ചോദ്യം നോക്കൂ. മൻ ഹുവ ഷാഇർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി ആരായിരുന്നു എന്നാണ്. ഷാഇർ എന്ന് പറഞ്ഞാൽ കവി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്നാണ്. ഉത്തരം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. സഹാബിയായിട്ടുള്ള ഹസ്സാൻ റളിയല്ലാഹു അൻഹു ആണ് ഷാഇറുൻ നബി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി 19ാമത്തെ ചോദ്യം, ആഖിർ സൂറ ഫിൽ ഖുർആൻ. എന്താണ് ചോദ്യം? ഖുർആനിലെ അവസാനത്തെ സൂറത്ത് ഏതാണ്? അല്ലെ, അവസാനത്തെ സൂറത്ത് ഏതാണ് എന്നാണ്. ഏതാണ്? സൂറത്തുൻ നാസ് ആണ് അവസാനത്തെ സൂറത്ത്. ആദ്യത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യത്തെ സൂറത്ത്. അവസാനത്തെ സൂറത്ത് സൂറത്തുൻ നാസ് ആണ് കേട്ടോ. ഇനി 20ാമത്തെ ചോദ്യം, സൂറത്തുൽ ഇഖ്ലാസി ഇസ്മുൻ ഉഖ്റ മാഹിയ. അതായത് സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്, ആ സൂറത്തിന് മറ്റൊരു പേരുണ്ട് എന്നാണ്. ഇസ്മുൻ ഉഖ്റ, മറ്റൊരു പേരും കൂടെയുണ്ട്. മാഹിയ, ഏതാണ് ആ പേര് എന്നാണ് കേട്ടോ. അപ്പോൾ സൂറത്ത് ഇഖ്ലാസിൻ്റെ മറ്റൊരു പേരെന്താണ് എന്നാണ്. എന്താണ്? സൂറത്തു തൗഹീദ് എന്നാണ്. എന്താണ്? സൂറത്തു തൗഹീദ് എന്നാണ്. അപ്പോൾ സൂറത്ത് തൗഹീദ് എന്ന് പറഞ്ഞാലും സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാലും ഒരു സൂറത്ത് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നബിയുൻ യുറഫു ബി റൂഹില്ല. അതായത് റൂഹുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന നബി ആരാണ്? പ്രവാചകൻ ആരാണ് എന്നാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമയ്ക്കാണ് റൂഹുല്ല എന്ന് പറയുന്നത് കേട്ടോ. ഇനി 22ാമത്തെ ചോദ്യം നോക്കൂ. ഇസ്മു സൗജത്തി ഫിർഔൻ. ഫിർഔൻ്റെ ഭാര്യയുടെ പേരെന്താണ് എന്നാണ്. ഇസ്മു സൗജ, എന്താണ്? ഭാര്യയുടെ പേര് ഫിർഔൻ. ഫിർഔൻ്റെ ഭാര്യയുടെ പേരെന്താണ്? എന്താണ് ഉത്തരം? ആസിയ കേട്ടോ. ആസിയയാണ് ഫിർഔൻ്റെ ഭാര്യ. 23ാമത്തെ ചോദ്യം നോക്കൂ. മൻ യുറഫു ബി അബിൽ ഖാസിം. അബിൽ ഖാസിം, ഖാസിമിൻ്റെ ഉപ്പ അല്ല, അതാണ് അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ, എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഉത്തരം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബുൽ ഖാസിം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. 24ാമത്തെ ചോദ്യം നോക്കൂ. മൻ യുറഫു ബിൽ ഫാറൂഖ്. ഫാറൂഖ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ആരാണ്? ഇസ്ലാമിലെ 2ാം ഖലീഫയായിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്താണ്? ഫാറൂഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉമറുൽ ഫാറൂഖ് അല്ലേ. ഇനി 25ാമത്തെ ചോദ്യം, ഫി അയ്യി ലൈലത്തിൻ നസലൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയത് ഏത് രാത്രിയിലാണ് എന്നാണ്. ഫി അയ്യി ലൈലത്തിൻ, ഏത് രാത്രിയിലാണ് നസലൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയത്? ഏത് രാത്രിയിലാണ്? ലൈലത്തുൽ ഖദർ അല്ലേ. ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറങ്ങിയത്, നമുക്കറിയാവുന്നതാണത്. ഇനി 26ാമത്തെ ചോദ്യം നോക്കൂ. കം അദദ് സൂറത്തുൽ മക്കിയ. സൂറത്തുൽ മക്കിയ എത്രണ്ണമുണ്ട് എന്ന്, അഥവാ മക്കിയായിട്ടുള്ള സൂറത്തുകൾ എത്രണ്ണമുണ്ട് എന്നാണ്. ഇപ്പം നമുക്കറിയാം ഖുർആനിൽ 114 സൂറത്തുകളാണുള്ളത്. അതിൽ ചില സൂറത്തുകൾ മക്കയിൽ അവതരിച്ച സൂറത്തുകളാണ്. ആ സൂറത്തുകൾക്കാണ് നമ്മൾ മക്കിയായിട്ടുള്ള സൂറത്തുകൾ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ചില സൂറത്തുകൾ മദീനയിൽ അവതരിച്ച സൂറത്തുകളാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായിരുന്ന സമയത്ത് അവതരിച്ച സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾക്കാണ് നമ്മൾ മദനിയായിട്ടുള്ള സൂറത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? മക്കിയായിട്ടുള്ള എത്ര സൂറത്തുകളാണ് ഖുർആനിലുള്ളത് എന്നാണ്, അഥവാ മക്കയിൽ വെച്ച് അവതരിച്ച എത്ര സൂറത്തുകളാണ് ഖുർആനിലുള്ളത് എന്നാണ് കേട്ടോ. ഉത്തരം എന്താണ്? സിത്തും വസമ
സമാനൂൻ അല്ലേ? എത്രയാണ്? 86 സൂറത്തുകളാണ് മക്കിയായിട്ടുള്ള സൂറത്തുകളുള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, കം അതത് സൂറത്തുൽ മദനിയ എന്നാണ്. നേരത്തെ പറഞ്ഞതിന്, അതായത് മദനിയായിട്ടുള്ള സൂറത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലായിരുന്ന സമയത്ത് അവതരിച്ച സൂറത്തുകൾക്കാണ് നമ്മൾ മദനിയായ സൂറത്തുകൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്ര സൂറത്തുകളാണ് മദനിയായിട്ടുള്ള സൂറത്തുകൾ ഖുർആനിലുള്ളത് എന്നാണ്. എത്ര ഉണ്ടായിരിക്കും? അതായത് 114 സൂറത്തുകളാണ്. അതിൽ 86 മക്കിയാണ്, ബാക്കി 28 എന്ത് മദനിയായിട്ടുള്ള സൂറത്തുകളായിട്ട് വരുന്നത് കേട്ടോ. സമാനിയും ഇഷ്റൂനാണ് ഉത്തരം വരുന്നത്. ഇനി 28ാമത്തെ ചോദ്യം നോക്കൂ. ബിമ തുഅറഫു സൂറ അല്ലത്തി നുസിലത് ഖബ്ലൽ ഹിജ്റ. ബിമ തുഅറഫു, ഏത് പേരിലാണ് അസൂറ, അതായത് സൂറത്ത് അറിയപ്പെടുന്നത്, അല്ലത്തി നുസിലത് ഖബ്ലൽ ഹിജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പുള്ള സൂറത്തുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള സമയത്ത് അവതരിച്ച സൂറത്ത് എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്, എവിടെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? മക്കയിലായിരുന്നു അല്ലേ. അപ്പോൾ നബിക്ക് നുബുവത്ത് കിട്ടിയത് എത്രാമത്തെ വയസ്സിലാണ്? 40ാമത്തെ വയസ്സിലാണ്. പിന്നീട് നബി മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് വരെ നബി എവിടെയായിരുന്നു താമസിച്ചത്? മക്കയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുള്ള സൂറത്തുകൾക്ക് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? സൂറത്തുൽ മക്കിയ എന്നാണ് പറയാം കേട്ടോ. മക്കിയായിട്ടുള്ള സൂറത്തുകൾ എന്ന്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും എങ്ങോട്ട് ഹിജ്റ പോയി? മദീനയിലേക്ക് ഹിജ്റ പോയി. പിന്നീട് നബി മദീനയിൽ ഹിജ്റ പോയി, അവിടെ വെച്ചാണ് നബി മരണപ്പെടുകയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത്, അഥവാ നബി മദീനയിൽ താമസിക്കുന്ന സമയത്ത് ഇറങ്ങിയ സൂറത്തുകൾക്കാണ് മദനിയായിട്ടുള്ള സൂറത്തുകൾ എന്നും പറയാം. അപ്പോൾ അസൂറത്തുൽ മക്കിയ, അസൂറത്തുൽ മദനിയ രണ്ടും മനസ്സിലായല്ലോ. ഇവിടെ ചോദിച്ചത് എന്താണ്? ബിമ തുഅറഫു സൂറ അല്ലത്തി നുസിലത് ഖബ്ലൽ ഹിജ്റ, നബിയുടെ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾക്ക് പറയുന്ന പേരെന്താണ് എന്നാണ്. അതെന്താണ്? സൂറത്തുൽ മക്കിയ എന്നാണ് പറയാം. ഇനി നോക്കൂ 29ാമത്തെ ചോദ്യം. ബിമ തുഅറഫു സൂറ അല്ലത്തി നുസിലത് ബഅദൽ ഹിജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ സൂറത്ത് പറയുന്ന പേരെന്താണ് എന്നാണ്. അപ്പോൾ ഹിജ്റക്ക് ശേഷം മദീനയിൽ വെച്ചിട്ട് ഇറങ്ങിയ സൂറത്തുകൾക്ക് പറയുന്ന പേരെന്താണ് എന്നാണ്. എന്താണ്? സൂറത്തുൽ മദനിയ എന്നാണ് കേട്ടോ. രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 30ാമത്തെ ചോദ്യം നോക്കൂ. മസ്മുൽ ഓർ ലദി നസല ഫീ ഇൽ വഹിൽ അവ്വല മറ. മസ്മുൽ ഓർ, എന്താണ് ഓർ എന്ന് പറഞ്ഞാൽ? ഗുഹ എന്നാണ് കേട്ടോ. മസ്മുൽ ഓർ, ഏതാണ് ഗുഹ, അല്ലെങ്കിൽ ആ ഗുഹയുടെ പേരെന്താണ് എന്നാണ്. അല്ലദി നസല ഫീഹി അൽ വഹി അവ്വൽ മറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിക്കൊണ്ട് വഹി ഇറങ്ങിയ ഗുഹയുടെ പേരെന്താണ് എന്നാണ്. ഏത് ഗുഹയിൽ വെച്ചാണ്? ഓറോ ഹിറ അല്ലേ. ഹിറ ഗുഹയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിക്കൊണ്ട് വഹി ഇറങ്ങിയത്. ഇനി 31ാമത്തെ ചോദ്യം നോക്കൂ. മാഹിയ സൂറ അല്ലത്തി സുമ്മിയത്ത് ബിസ്മി മിൻ അയ്യാമിൽ ഉസ്ബുഅ, അതായത് മാഹിയ സൂറ, ഏത് സൂറത്താണ് അല്ലത്തി സുമ്മിയത്ത്, ആ ഒരു സൂറത്തിന് പേര് വിളിക്കപ്പെട്ടിട്ടുള്ളത് ബി ഇസ്മി മിനൽ അയ്യാമിൽ ഉസ്ബുഇ, ആഴ്ചയിലെ ഒരു ദിവസത്തിൻ്റെ പേര് വന്നിട്ടുള്ള ആ ഒരു പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ആഴ്ചയിൽ 7 ദിവസമുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒരു ദിവസത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം. മനസ്സിലായിട്ടുണ്ടല്ലോ. സൂറത്തുൽ ജുമഅയാണ് ഉത്തരം കേട്ടോ. ഏതാണ്? സൂറത്തുൽ ജുമഅ. സൂറത്തുൽ ജുമഅ എന്ന് പറയുമ്പോൾ നമ്മൾ യൗമുൽ ജുമഅ എന്ന് പറയില്ല, വെള്ളിയാഴ്ചക്ക്. അപ്പോൾ ആ ഒരു പേരിലാണ് ആ ഒരു സൂറത്ത് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി 32ാമത്തെ ചോദ്യം നോക്കൂ. കം അദദുൽ ഹുറൂഫി ഷംസിയ ഫിൽ ഹുറൂഫിൽ ഹിജായിയ. കം അദദുൽ ഹുറൂഫി ഷംസിയ, ഹുറൂഫ് ഷംസിയകളുടെ എണ്ണം എത്രയാണ്? ഫിൽ ഹുറൂഫിൽ ഹിജായിയ, അതായത് അറബി അക്ഷരമാലയ്ക്ക് പറയുന്ന പേരാണെന്ത്? ഹുറൂഫുൽ ഹിജായിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഹുറൂഫുൽ ഹിജായിയയിൽ, അഥവാ അറബി അക്ഷരമാലയിൽ എത്ര ഹുറൂഫ് ഷംസിയകളുണ്ട് എന്നാണ്. എത്രയാണുള്ളത്? 14 അപ്പോൾ എന്താണ് ഉത്തരം? 14 എന്നാണ് കേട്ടോ. ഇനി 33ാമത്തെ ചോദ്യം നോക്കൂ. കം അദദുൽ ഹുറൂഫിൽ ഖമരിയ ഫിൽ ഹുറൂഫിൽ ഹിജായിയ. എന്താണ് ചോദ്യം? കം അദദുൽ ഹുറൂഫിൽ ഖമരിയ, ഹുറൂഫുൽ ഖമരിയകളുടെ എണ്ണം എത്രയാണ്? ഫിൽ ഹുറൂഫിൽ ഹിജായിയ, അതായത് അറബി അക്ഷരമാലയിലെ ഹുറൂഫുൽ ഖമരിയകളുടെ എണ്ണം, അഥവാ എത്ര ഹുറൂഫുൽ ഖമരിയയുണ്ട് എന്നാണ്.
അപ്പോൾ നമുക്കറിയാം അറബി അക്ഷരമാലയിൽ ആകെ എത്ര അക്ഷരങ്ങളാണുള്ളത്? 28 അക്ഷരങ്ങളാണുള്ളത്. അതിൽ 14 അക്ഷരങ്ങൾ ഹുറൂഫ് ഷംസിയയും ബാക്കി 14 അക്ഷരങ്ങൾ ഹുറൂഫ് ഖമരിയയുമാണ് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. 28ൻ്റെ പകുതി 14, ആ 14 എന്താണ്? ഹുറൂഫ് ഷംസിയയാണ്. പിന്നെ 14 ഹുറൂഫുൽ ഖമരിയയുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ മക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഖുർആനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പഠിക്കാനുള്ളത്. ഇനി ഇൻഷാ അല്ലാ കുറച്ച് GK ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കാനുണ്ട്. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഇങ്ങോട്ട് ടീച്ചർ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.